Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Okay, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? Yes, ma'am. Yes, ma'am. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ വരെ ആയത് നിർത്തിയത്? ഓൾഡ് ഏജ് അല്ലെ, അവിടെ വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിന്റെ അല്ലെ, അതുവരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? ഓക്കെ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തായിരുന്നു എന്താണ് ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് അല്ലെ. സാധാരണയായിട്ട് നമുക്കറിയാം എന്താണ്, ഡ്യൂട്ടിക്ക് ആയിരിക്കുമ്പോൾ നമുക്ക് എല്ലാവരുടെയും സേവനം അല്ലെ, അവരുടെ ഫിനാൻഷ്യലി എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്ന് നമുക്ക് ആവശ്യമുണ്ടാവില്ല അല്ലെ. ഇൻ കേസ് ഓൾഡ് ഏജ് ആവുന്ന ടൈമിലാണ് എന്തെങ്കിലും മെഡിസിൻ മേടിക്കുന്നതിനോ അല്ലെങ്കിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകുന്നതിനൊക്കെ ആയിട്ട് സാമ്പത്തിക സഹായം നമുക്ക് മറ്റുള്ളവരുടെ നിന്ന് അല്ലെ, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നത്. ആ ടൈമില് തീർച്ചയായിട്ടും എന്താണ്, അതിനു വേണ്ടി ഒരു കരുതല് ഒരു നിക്ഷേപം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, മറ്റുള്ളവരെ ആശ്രയിക്കാതെ തന്നെ ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ തന്നെ അതിനനുസരിച്ചിട്ടുള്ള പ്രൊവിഷൻസ് തീർച്ചയായിട്ടും എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് എംപ്ലോയിക്ക് വേണ്ടിയിട്ടൊക്കെ, അതല്ലെങ്കിൽ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി അല്ലെ, നിയമപരമായിട്ട് തന്നെ ചില വ്യവസ്ഥാപിതമായിട്ടുള്ള ഘടനകളെല്ലാം ഇവർക്ക് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ അവരുടെ ഏജ് അനുസരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ജസ്റ്റ് കണ്ടതാണ് അല്ലെ. ദിസ് ബെനിഫിറ്റ്സ് ആർ ഗിവൻ ടു എംപ്ലോയീസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ടു എംപ്ലോയീസ് ഡ്യൂറിംഗ് ഓൾഡ് ഏജ്, എസ്പെഷ്യലി ആഫ്റ്റർ റിട്ടയർമെന്റ്. ഫോളോയിങ് ആർ സച്ച് ബെനിഫിറ്റ്സ് അവൈലബിൾ ടു എംപ്ലോയീസ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെ, ഈ തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്സ്, ഇതാണ് EPFS. ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോഴൊക്കെ അബ്രിവേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ചോദിക്കാറുണ്ട്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്സ് അല്ലെ, അവിടെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കും. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, EPFS എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്. In order to make it legally required for organizations to follow certain guidelines with regarding to old age and retirement benefits, the Employees Provident Fund Act as passed in 1952. Okay, നമുക്കറിയാം റിട്ടയർമെന്റിന് ശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ലീഗലി നിയമപരമായിട്ടുള്ള ഒരു ആവശ്യം കൂടി ആയിട്ടാണ് ഈ ഒരു ആക്ടിന്റെ കീഴിൽ വന്നിരിക്കുന്നത്. ആക്ട് സ്റ്റാർട്ട് ചെയ്തതെന്നാണ്, പാസ് ചെയ്തത് 1952ലാണ്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1952. ആ ഇയർ നോട്ട് ചെയ്യുക. Okay, in the beginning, this act was made applicable to employees with monthly pay not exceeding 306-month major industries. Okay, നമ്മള് PF-നെ കുറിച്ചിട്ട് പറഞ്ഞില്ലല്ലോ. ഓൾഡ് ഏജ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിന്റെ ഇൻട്രോ മാത്രമല്ലേ പറഞ്ഞു നിർത്തിയുള്ളൂ. ക്ലാസ്സുകൾ വേറെ എടുക്കുന്ന കാരണം കൊണ്ട് അല്ലേ. EPF സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ അതിലെന്താണ് പറയുന്നത്, 1952ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എന്താണ് അതില് എന്താ പറയാ പ്രധാനമായിട്ട് പറയുന്നത്, ഇൻ ദ ബിഗിനിങ് ദിസ് ആക്ട് വാസ് മെയ്ഡ് ആപ്ലിക്കബിൾ ടു എംപ്ലോയ് വിത്ത് മന്ത്ലി പേ നോട്ട് എക്സീഡിംഗ് 300 in 6 മേജർ ഇൻഡസ്ട്രീസ് അല്ലെ. അതായത് ആദ്യം എന്താണ്, ഒരു കുറച്ച് വ്യക്തികൾ അല്ലെ, ഒരു 6 ഇൻഡസ്ട്രീസ് വ്യവസായ സ്ഥാപനങ്ങൾ മാത്രമാണ് ഈ ഇതിലേക്ക് വരുന്നത്. ഇതില് വരുന്ന
ആ ഒരു എമൗണ്ടും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോഴത്തെ 2025 ആ റേഞ്ച് വെച്ചിട്ടുള്ള എമൗണ്ട് ഒന്നല്ല കേട്ടോ. ആ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ 1952 അല്ലെ, ആ ടൈമിലുള്ള കാലഘട്ടത്തിലെ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വാല്യൂ ഉള്ളതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ആ ഒരു അസംഷനിലായിരിക്കണം നിങ്ങൾ എന്തും ക്യാച്ച് ചെയ്യാനായിട്ട്. ഈ 300 എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമുക്കറിയാം ഒന്നും അല്ലെ, ഒന്നിനും ഉപകാരപ്പെടുന്നില്ല. ഒരു ചെറിയ വില പോലും ആ 300 മൂല്യം പോലും ഇല്ല അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിൽ വരുന്ന എല്ലാ എമൗണ്ടുകൾക്കും വളരെ വേരിയേഷൻസ് ഈ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ്. ദിസ് ആക്ട് വാസ് മെയ്ഡ് ആപ്ലിക്കബിൾ ടു എംപ്ലോയ് വിത്ത് മന്ത്ലി പേ നോട്ട് എക്സീഡിങ് 300 ഇൻ 6 മേജർ ഇൻഡസ്ട്രീസ്. അതായത് 300 രൂപയേക്കാൾ അധികമുള്ള തരത്തിലുള്ള അല്ലെ ഒരു 6 മേജർ ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങളാണ് ഇത് മെമ്പർഷിപ്പ് ആയിട്ട് 1952 EPF-ലേക്ക് വരുന്നത്. ഓക്കെ, then however by the end of the year 1981 with the modifications during the interviewing period, the act brought under its purview 172 industries or classes of establishment for the benefit of employees with the pay not exceeding 1000. ഓക്കെ, നമുക്കറിയാം പെട്ടെന്നാണ് വ്യവസായങ്ങൾ വികസിച്ചു വന്നത് അല്ലെ. ആ ഒരു കാലഘട്ടം ഡെവലപ്മെന്റ് അനുസരിച്ചിട്ട് തന്നെ വികസിതമായിട്ടുള്ള ആ ഒരു രാജ്യങ്ങളെല്ലാം തന്നെ വ്യവസായങ്ങളൊക്കെ വികസിക്കാനൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് എന്താണ് 6 എന്നുള്ള ഇതിൽ നിന്ന് എന്താണ് 1981 ആയപ്പോഴേക്കും ഒരു 172 ഇൻഡസ്ട്രീസ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആക്ടിന്റെ കീഴിലേക്ക് വരാനായിട്ട് തുടങ്ങി. അവിടെ എന്താണ് പ്രൊസീഡിങ് എന്താണ് 1000 അല്ലെ, മൊത്തം 1000ലേക്ക് വരെ അവരുടെ ആ പേയ്മെന്റിന്റെ ആ റേഷ്യോ അല്ലെ, ആ ഒരു പേയ്മെന്റിന്റെ റേഷ്യോ അല്ല, ഇവിടെ സാലറി ബേസ് ചെയ്ത് നോക്കുമ്പോൾ എക്സീഡിങ് അല്ലെ 1000 അതിലേക്ക് വരുന്ന എത്തിപ്പെട്ടു. That today the Employees Provident Fund Act, Miscellaneous Provision Act, provided for the establishment of a Provident Fund Family Pension Fund since 1971 and Deposit Linked Insurance Fund 1976 under this Act. അതായത് നമുക്കറിയാം ഈ കാലഘട്ടം അനുസരിച്ചിട്ട് അല്ലെ, അവിടെ പ്രധാനമായിട്ട് എന്താണ് പുതിയ അല്ലെ ഈ ഒരു എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ ആ ഒരു ആക്ടിന്റെ കീഴിൽ പുതിയ സ്കീമുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി അല്ലെ. നവഡേസിലും എന്താണ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ട് ഇല്ലേ, ഇപ്പോഴും ഇല്ലേ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ടോ ഇല്ലേ, ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിലായപ്പോഴേക്കും മിക്കവാറും എല്ലാ ഇൻഡസ്ട്രിയിലും ഒക്കെ പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്നതായിട്ട് വരും അല്ലെ. മിക്കവാറും ഇത്രയും മെമ്പർഷിപ്പ് ഉള്ള എല്ലാ വർക്കേഴ്സ് ഉള്ള ഓരോ ഇൻഡസ്ട്രീസിലും എന്താണ് തീർച്ചയായിട്ടും ഈ ഒരു EPF-ന്റെ അണ്ടറിലേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് വ്യത്യസ്ത തരത്തിലുള്ള സ്കീമുകളും ഉണ്ട്. ഈ PF-ന്റെ അണ്ടറിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള സ്കീമുകളും ഉണ്ട് എന്ന് പറയുന്നു. പ്രധാനമായിട്ട് നമുക്കറിയാം ഓരോ കമ്പനിയിലും അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. മസ്റ്റ് ആയിട്ടും ഗവൺമെന്റ് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഫോളോ ചെയ്യണമെന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും പൊതുവെ എല്ലാ കമ്പനീസും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് എന്താ പറയുന്നത് ഫാമിലി പെൻഷൻ ഫണ്ട് സിൻസ് 1971 അല്ലെ. അവിടെ പ്രധാനമായിട്ട് എന്താണ് EPF-ന്റെ ആ ഒരു ലേബറിന്റെ അണ്ടറിൽ തന്നെ ഫാമിലി പെൻഷൻ ഫണ്ട് അല്ലെ. അതിന്റെ ഇയർ പറയുന്നത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് 1971. ആ ഇയറും ജസ്റ്റ് ആ നെയിം ഓർത്ത് വെക്കണം. ഓക്കെ, അതിന്റെ ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ട് 1976. ഓക്കെ, അണ്ടർ ദിസ് ആക്ടിന്റെ കീഴിലാണ്. വീണ്ടും 3 schemes has been launched and are operative. ഇപ്പോഴും അത് തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്കീമുകൾ തന്നെയാണ്. Then all these 3 schemes are administered by the Central Board of Trustees consisting of nominees of the central and state governments and organization of workers and employers. അതായത് ഒരു ട്രസ്റ്റിയുടെ കീഴിലാണ് ഈ ഒരു സ്കീമുകളൊക്കെ പ്രവർത്തിക്കുന്നത്. അതില് നോമിനീസ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് എന്തായിരിക്കും സെൻട്രൽ ഗവൺമെന്റ് അല്ലെ. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടാവും. എന്താണ് എംപ്ലോയേഴ്സ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ എംപ്ലോയീസിന്റെയും പ്രതിനിധികൾ അതിൽ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ട്രസ്റ്റിന്റെ കീഴിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണോ? ഓരോ പോയിന്റും ഒക്കെ പോകുന്നില്ലേ? ഓക്കെ, വീണ്ടും there are various regional and sub-regional offices for the administration of this scheme. അതായത് ഈ സ്കീമിന്റെ അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള അല്ലെ നമുക്കറിയാം ഓരോ
പ്രദേശത്തിന്റെയും അതിനനുസരിച്ചായിട്ടുള്ള ഈ ഒരു ഓർഗനൈസേഷൻ സ്ഥാപനങ്ങളുണ്ട് അല്ലെ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ദ CPF കമ്മീഷണർ ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. എന്താണ് CPF എന്ന് പറയുന്നത്? അതായത് സെൻട്രൽ പ്രോവിഡന്റ് ഫണ്ട്. നമ്മൾ പറഞ്ഞല്ലോ നോമിനീസില് സെൻട്രലിലും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും നോമിനീസ് ഉണ്ട് അല്ലെ. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റേതായിട്ടുള്ള ആ നോമിനി ആയിരിക്കും, ആ കമ്മീഷണർ ആണ് അല്ലെ. അതാണ് CPF കമ്മീഷണർ ഇസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെ. അദ്ദേഹമാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇന്ത്യന്റെ EPF ഓർഗനൈസേഷൻ. Then officiating as a secretary to the board. അതേ മാത്രം തന്നെ അവിടെ ബോർഡ് ട്രസ്റ്റിയുടെ കീഴില് സെക്രട്ടറി ബോർഡായിട്ട് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതിന്റെ കമ്മീഷണർ ഓഫീസർ അല്ലെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് CPF കമ്മീഷണർ ആണ്. ഓക്കെയാണോ? ജസ്റ്റ് അതിന്റെ ഉള്ളിൽ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കുക, ഇയർ നോക്കുക, അതിന്റെ കീഴിൽ വന്നിരിക്കുന്ന 3 സ്കീമുകളുടെ കാര്യം നോക്കുക. അതിനുശേഷം ട്രസ്റ്റിയാണ് പ്രവർത്തിക്കുന്നത്, അതിലെ നോമിനീസ് ആയിട്ടുള്ള വ്യക്തികളുടെ രജിസ്റ്റർ നോക്കാം. അതോടൊപ്പം തന്നെ CPF കമ്മീഷണർ ഇസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ EPF അല്ലെ, അതും നോട്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ അല്ലേ? പിന്നെ പറയുന്നതുണ്ടോ? ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തുണ്ടോ? നെക്സ്റ്റ് നോക്കാം. നമ്മൾ അതിലെ കണ്ട അല്ലെ 1976 ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്. എന്താണ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ്? ദ എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം 1976 പ്രൊവൈഡഡ് ദ ഫോളോയിങ് ബെനിഫിറ്റ്സ്. അതായത് അവിടെ തൊഴിലാളികളുടെ ഒരു നിശ്ചിത ഡെപ്പോസിറ്റ് അത് ഇൻഷുറൻസ് സ്കീമുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. അത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 1976. അതുമായി ബന്ധപ്പെട്ടുള്ള ബെനിഫിറ്റ്സുകൾ നോക്കാം. On the death of an employee during the service who is a member of the EPF, the person eligible to receive the PF accumulations will be paid an extra amount equal to the average balance in the PF account of the decreased during the preceding 3 years. If such average balance was not below ₹1,000 at any time during the same period. അതായത് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് സ്കീം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. ആ ഒരു ടൈമില് എന്താണ് ഇത് സംഭവിക്കുകയോ അല്ലെ, അങ്ങനെ സംഭവിക്കുന്ന ടൈമിലാണ് എങ്കിൽ EPF മെമ്പർഷിപ്പ് ഉള്ള പേഴ്സൺ ആണ് എങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ആവറേജ് എമൗണ്ട് ലഭ്യമാകുന്നുണ്ട്. അതാണ് ആ എമൗണ്ടിന്റെ കാര്യം എടുത്ത് പറയുന്നത്. എന്താണ്? ബാലൻസ് ഇൻ ദ PF അക്കൗണ്ട് ഓഫ് ദ ഡിക്രീസ്ഡ് ഡ്യൂറിംഗ് ദ പ്രിസീഡിംഗ് 3 years അല്ലെ. അതായത് ആ 3 അല്ലെ അവര് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതിന്റെ തൊട്ട് മുമ്പുള്ള 3 വർഷം. അതായത് നമ്മളിപ്പോ ഏത് ടൈമിലാണോ ഏത് ഇയറിലാണോ ഡെത്ത് സംഭവിക്കുന്നത് ആ ടൈമിന് മുമ്പ്, അതായത് ആ ടൈമിന് മുമ്പുള്ള അല്ലെ ആ ഒരു ഇയർ നോക്കുകയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള 3 yearsന്റെ സാലറിയാണ് ബേസ് ചെയ്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്താ പറയുന്നത്? ഇഫ് സച്ച് ആവറേജ് ബാലൻസ് വാസ് നോട്ട് ബിലോ 1000. നിങ്ങൾ എപ്പോഴും എമൗണ്ട് നോക്കുക. അവിടെ 1000ഉം 10,000 എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല അല്ലെ. പക്ഷെ ആ കാലഘട്ടത്തില് 1000 10,000 എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിലയുള്ള ഒരു കാലഘട്ടമാണ്. അവിടെ എന്താണ് മിനിമം ഒരു 1000-നേക്കാൾ താഴെ അല്ലെ അവർക്കൊരു ലംസം എമൗണ്ട് കൊടുക്കുമ്പോൾ 1000 രൂപയിലേക്കാളും താഴെ ആവരുത്. ഒപ്പം 1000-നും 10,000-നും ഇടയ്ക്കുള്ള അല്ലെ 10,000-നും ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് ആണ്
അവർക്ക് ഒരു എന്താണ് ഡെത്ത് സംഭവിക്കുമ്പോൾ മാക്സിമം എമൗണ്ട് ആയിട്ട് ലഭ്യമാക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, വീണ്ടും എന്താ പറയുന്നത്, സിമിലർ ടു ദിസ് സ്കീം ഈസ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് സ്കീംസ്, a scheme which also provides pension and group insurance benefits in addition to the provident fund to workers as a team plantations. അതായത് അസം തോട്ടം തൊഴിലാളികളൊക്കെ ആണെങ്കിൽ അവിടെ ഇതിന് പുറമെ അല്ലെ അവര് പലതരത്തിലുള്ള എന്താണ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീം വിച്ച് ആൾസോ പ്രൊവൈഡഡ് പെൻഷൻ ആൻഡ് ഗ്രൂപ്പ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സുകളൊക്കെ ഇതിന് പുറമെ അവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ എമൗണ്ടും കാര്യങ്ങളൊന്നും ഇവിടെ കൃത്യമായിട്ട് പറയുന്നില്ല. ഓക്കെ, അപ്പൊ അതായത് പ്രധാനമായിട്ടും ഈ ഇൻഷുറൻസ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും ഇതിനോടൊപ്പം തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ രണ്ട് കാര്യം ശ്രദ്ധിക്കാം. എന്താണ് അവര് ഡെത്ത് സംഭവിക്കുന്ന കാലഘട്ടമാണെങ്കിൽ അവരുടെ തൊട്ട് മുമ്പുള്ള 3 yearsന്റെ ബേസ് ചെയ്തിട്ടുള്ള സാലറി അവർക്ക് ആ ഒരു എമൗണ്ട് കൊടുക്കുന്നത് തീർച്ചയായിട്ടും 1000-നേക്കാൾ താഴെ ആകാൻ പാടില്ല. ഒപ്പം തന്നെ 10,000-നേക്കാളും മേലെ ആവാൻ പാടില്ലാത്ത രീതിയിലാണ് അവർക്ക് ആ ഒരു ലംസം എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ആ കാലഘട്ടത്തിന്റെ എമൗണ്ട് ആണ്. അത് വെച്ച് ഇപ്പൊ നമുക്ക് അതൊന്നും അല്ലെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോ PF-ന്റെ അനുസരിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമുക്കറിയാം ആ സ്കീം അനുസരിച്ചിട്ട് ഓരോ വർഷവും അല്ലെ ചിലപ്പോൾ അമെന്റ്മെന്റ്സുകൾ അനുസരിച്ചിട്ട് ഭേദഗതികൾ വന്നിരിക്കും. അതനുസരിച്ചിട്ടുള്ള കാൽക്കുലേഷൻസും മാറിയിരിക്കും. ഓക്കെ, അപ്പോ ഇവിടെ പ്രധാനമായിട്ടും പറയുകയാണ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം ആയതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു തരത്തിലുള്ള ഇൻഷുറൻസ് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അതും ഇതിനോടൊപ്പം തന്നെ ലഭ്യമാക്കും എന്നുള്ളത്. പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളി അല്ലെ ആസം ടീ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളും ലഭ്യമാക്കും എന്നുള്ളത്. ഓക്കെ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. നോക്കാം. ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. A unique feature of this scheme is the decentralized way in which it is administered at garden level. അതായത് നമുക്കറിയാം ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഒരു കേന്ദ്രീകൃത അല്ലെ വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണ നിർവഹണമാണ് അവിടെ നടപ്പിലാകുന്നത്. In each state, a primary committee with 2 representatives of employees and workers with the garden superintendent or manager as a chairman is empowered to sanction and distribute loans and advances to the members and settle their accounts. അതായത് ഇവർക്ക് നമുക്കറിയാം തോട്ടം തൊഴിലാളികൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് 2 persons ഉണ്ട്. പ്രധാനമായിട്ട് എന്താണ് അവിടെ എടുത്ത് പറയുന്നുണ്ട്, മാനേജർ ആസ് ചെയർമാൻ ആൻഡ് ഈസ് എംപവേർഡ് ടു സാങ്ഷൻ അല്ലെ, അതാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ സൂപ്രണ്ടന്റ് അല്ലെ 2 പേരുണ്ട്. then എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ലോൺസ് ആൻഡ് അഡ്വാൻസ് ടു മെമ്പേഴ്സ്, ഇവർക്ക് എന്തെങ്കിലും ലോണുകളോ അല്ലെങ്കിൽ ക്യാഷുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇത്തരത്തിലുള്ള 2 persons, അതായത് സൂപ്രണ്ടന്റ് എന്താണ് സൂപ്രണ്ടന്റും മാനേജർ അല്ലെ, മാനേജർ എന്നുള്ള പൊസിഷനിലുള്ള വ്യക്തികളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട ഫീച്ചർ ആയിട്ട് പറയുന്നത്. അതായത് നമുക്കറിയാം ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. അതായത് പ്രധാനമായിട്ടും 2 റെപ്രസെന്റേറ്റീവ്സ് ആണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അതായത് സൂപ്രണ്ടന്റും മാനേജറുമാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഇവർക്ക് എന്തെങ്കിലും അഡ്വാൻസോ ലോണുകളൊക്കെ അനുവദിക്കുന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്തിട്ട് അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു. ഓക്കെ, നമുക്കറിയാം അന്നത്തെ കൂലി എന്ന് പറയുന്നത് തുച്ഛമായ കൂലിയാണ് അല്ലെ. ഇതുമായി ബന്ധപ്പെട്ടുള്ള അഡ്വാൻസ് പേയ്മെന്റുകളൊക്കെ അവർക്ക് കൊടുത്ത് അവരൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള സാധ്യതകളാണ് അവിടെ എടുത്തു പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ?
അടുത്തൊരു ഇതിലേക്ക് പോകാം. ഗ്രാറ്റുവിറ്റി ആണ്. ഗ്രാറ്റുവിറ്റി നോക്കാം. ഗ്രാറ്റുവിറ്റി ഈസ് എ റിവാർഡ് ടു ആൻ എംപ്ലോയി ഫോർ ലോങ് സർവീസ് വിത്ത് ഹിസ് പ്രസന്റ് എംപ്ലോയർ. നമുക്കറിയാം ഗ്രാറ്റുവിറ്റി ഒക്കെ കൊടുക്കുന്നത് അല്ലെ, ഒരു തൊഴിലുടമയുടെ കീഴിൽ ഒരുപാട് നാള് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇത് വരുമ്പോഴേ അല്ലെ ഗ്രാറ്റുവിറ്റിക്ക് അനുവദിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് തന്നെ ഒരു ടൈം പീരീഡ് ഒക്കെ ഉണ്ട്. This retirement benefit is given to an employee either on a retirement or at the time of physical disability or to the depends on the deceased employees. അല്ലെ നമുക്കറിയാം എന്തെങ്കിലും അല്ലെ അസുഖം വരുന്ന വ്യക്തി എന്താണ് ചിലപ്പോൾ ജോലി രാജിവെച്ച് പോകേണ്ടതായിട്ട് വരികയോ അല്ലെങ്കിൽ അപകടം സംഭവിച്ചു പോകുകയോ അല്ലെങ്കിൽ മരണം സംഭവിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തില് അല്ലെ വിരമിച്ചു പോകുന്ന ഒരു അവസ്ഥയ്ക്ക് ഉണ്ടെങ്കിലാണ് ഇത്തരത്തില് അല്ലെ ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസബിലിറ്റി അല്ലെ അംഗവൈകല്യങ്ങളൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നൊക്കെ ഉണ്ടായെങ്കിലാണ് ഇത്തരത്തിലുള്ള ഗ്രാറ്റുവിറ്റി തൊഴിലുടമ അവർക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. അതായത് കാർക്ക് വേണ്ടിയിട്ട് തൊഴിലാളിക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് വർഷം ആ തൊഴിലുടമയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് ഗ്രാറ്റുവിറ്റി അദ്ദേഹത്തിന് ലഭ്യമാകുന്നത്. വീണ്ടും or to the depends of the deceased employee, it is payable to an employee on his superannuation or on his retirement or on his death or disablement due to accident or diseases. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അത് എടുത്തു പറയുന്നതാണ്. വീണ്ടും ഈ ഒരു എംപ്ലോയിക്ക് ഇങ്ങനെ ലഭ്യമാക്കാനായിട്ടുള്ള കാരണം പ്രത്യേകമായിട്ട് ഒന്നില്ലെങ്കിൽ മരണകാരണമാകാം, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ അല്ലെ വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാവുമ്പോഴാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥയിലൊക്കെ ആവുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഗ്രാറ്റുവിറ്റി അവർക്ക് ലഭ്യമാക്കുന്നത്. Gratuity is payable to all employees who have returned a minimum continuous service of 5 years with the present employer. ആ ഒരു സെന്റൻസ് മാർക്ക് ചെയ്യുക. എന്താണ് ഗ്രാറ്റുവിറ്റി അനുവദിക്കുന്നത്? മിനിമം ഒരു 5 വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ആ എംപ്ലോയറുടെ കൂടെയാണ് വർക്ക് ചെയ്യണമെങ്കിലാണ് എംപ്ലോയർ ആ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഗ്രാറ്റുവിറ്റി അനുവദിക്കുന്നത്. Okay, then it is payable to an employee on his superannuation or on his retirement or on his death or a disablement due to accident or diseases. സാധാരണയായിട്ട് ഇത് നേരത്തെ പറഞ്ഞ മാതിരി അതായത് ഇത് അനുവദിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഇത്തരം സമയങ്ങളാണ് അത് പ്രത്യേകമായിട്ട് അനുവദിക്കുന്നത്. അതേസമയം ഇപ്പോ എന്തെങ്കിലും ചതി വഞ്ചനയൊക്കെ ചെയ്തിട്ട് ഒരു 5-8 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താണ് പോവുകയാണ്, ശരിക്കും പറഞ്ഞാൽ ഉടമ തന്നെ പിരിച്ചുവിടുകയാണെങ്കിൽ നമുക്കറിയാം അവർക്ക് ഇത്തരത്തിലുള്ള ഗ്രാറ്റുവിറ്റി ഒന്നും അനുവദിക്കണമെന്നില്ല. കാരണം ഇൻ കേസ് അവര് 5 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്താൽ കൂടി എന്താണ് ഡെത്തോ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു റിട്ടയർമെന്റോ കാര്യങ്ങളായിട്ടല്ല അദ്ദേഹത്തിനെ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയൊക്കെയുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അദ്ദേഹത്തിന് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി വെക്കുക, ഇറ്റ് ഈസ് പ്രധാനമായിട്ടും എന്താണ് ഈ ഗ്രാറ്റുവിറ്റി അർഹതമാകുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഡെത്തോ അല്ലെങ്കിൽ ഡിസേബിൾമെന്റോ കേസ് ആക്സിഡന്റ് സംഭവിക്കുമ്പോഴോ റിട്ടയർമെന്റ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഗ്രാറ്റുവിറ്റി ആ തൊഴിലാളിക്ക് വേണ്ടിയിട്ട് തൊഴിലുടമ ലഭ്യമാക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ പോയിന്റ് നോട്ട് ചെയ്യേണ്ടത് നോട്ട് ചെയ്തോ? ആർക്ക് വേണ്ടിയിട്ടാണ്, ആരാണ് അനുവദിക്കുന്നത് അല്ലെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണ്. ആ ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഗ്രാറ്റുവിറ്റി ഈസ് റിവാർഡ് ടു ആൻ എംപ്ലോയി ഫോർ ലോങ് സർവീസ് വിത്ത് ഹിസ് പ്രസന്റ് എംപ്ലോയർ അല്ലെ. നിലവിലുള്ള എംപ്ലോയറുടെ കൂടെ ഒരുപാട് നാള് വർക്ക് ചെയ്തത് കൊണ്ട് അവർക്ക് ഒരു പാരിതോഷികം അനുവദിക്കുന്നതാണ് അല്ലെ. അതാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഏതൊക്കെ ടൈമിലാണ് ഈ ഗ്രാറ്റുവിറ്റി ലഭ്യമാക്കുന്നത് അത് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളത് നോട്ട് ചെയ്യാം. ഒപ്പം തന്നെ എത്രമാത്രം വർഷം ഇവരോടൊപ്പം തന്നെ വർക്ക് ചെയ്യാനെന്നാണ് അല്ലെ. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട് ഗ്രാറ്റുവിറ്റി ഈസ് പയബിൾ ടു എംപ്ലോയീസ് who have rendered a minimum continuous service of 5 years അല്ലെ. അവിടെ കൃത്യമായിട്ട് നമുക്കറിയാം ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷം വേറെ കമ്പനി പോയി വീണ്ടും 1 വർഷം നിന്ന് അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 വർഷമെങ്കിലും എംപ്ലോയറുടെ കീഴിൽ തന്നെ വർക്ക് ചെയ്ത ഒരു എംപ്ലോയി ആണ് എങ്കിലാണ് ഗ്രാറ്റുവിറ്റി അനുവദിക്കുന്നത്.
ഒക്കെയാണോ? ആർക്കെയ്തോ എല്ലാവരും? അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. The Payment of Gratuity Act 1972 is applicable to the establishment in the whole nation, provides for a scheme of compulsory payment of gratuity by the management of railways, factories, oil fields, mines, plantations, shops, and other establishments employing 10 or more persons to their employees, drawing monthly wages not exceeding 1,600 per month. അതായത് ഇവിടെ എടുത്ത് പറയുന്നുണ്ട് എന്താണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് എന്താണ്, തീർച്ചയായിട്ടും എന്താണ് മസ്റ്റ് ആയിട്ടും കൊടുക്കേണ്ട ഒരു കമ്പൽസറി ഒരു പേയ്മെന്റ് ആണ് അല്ലെ. ആ ഒരു രീതിയിലേക്ക് വരുന്നത് 1972 ആക്ടിന് ശേഷം എന്താണ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആയിട്ട് മാറുകയാണ്. അപ്പൊ അതിൽ എടുത്ത് പറയുന്നത് എന്താണ്, 1600 അല്ലെ അതിനേക്കാൾ കൂടുതൽ നോട്ട് എക്സീഡിങ്, അതായത് അതിനേക്കാൾ മേലെയുള്ള ഒരു സാലറി കൈപ്പറ്റുന്നവർക്കല്ല, അല്ലാത്ത തരത്തില് ഉള്ള വർക്കേഴ്സിനാണ് പ്രധാനമായിട്ടും ഗ്രാറ്റുവിറ്റിക്ക് ലഭ്യമാകാനുള്ളത് അർഹതയുള്ളത്. വീണ്ടും പറയുന്നുണ്ട് 10 or more persons അല്ലെ, അതായത് എവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത്, റെയിൽവേയില് അല്ലെങ്കിൽ ഫാക്ടറികളില്, ഓയിൽ ഫീൽഡ്സുകളില് അല്ലെ, ഖനികളില് അല്ലെ, അതേമാതിരി തന്നെ പ്ലാന്റേഷൻ തോട്ടം തൊഴിലാളികളില്, മറ്റു ഷോപ്പുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവര് 10 അതിലധികം അല്ലെ പറയുന്നുണ്ട്. എംപ്ലോയി 10 or more persons, 10 അതിലധികമോ എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങള് തീർച്ചയായിട്ടും എന്താണ് ഇത്ര ഈ പറഞ്ഞ മാതിരി 5 വർഷം അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷം അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആക്ടിന്റെ കീഴിൽ ഗ്രാറ്റുവിറ്റി അവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. ക്ലിയർ ആണോ? The Payment of Gratuity Act 1972 is applicable to the establishment in the whole nation. അല്ലെ, രാജ്യം മുഴുവൻ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഗ്രാറ്റുവിറ്റി എല്ലാവർക്കും ലഭ്യമാകുന്നതാണ്. Provides for a scheme of a compulsory payment of a gratuity by the management of a railways. അല്ലെ, ഇവിടെ റെയിൽവേ മാനേജ്മെന്റ് ആണെങ്കിലും ഫാക്ടറി ആണെങ്കിലും ഓയിൽ ഫീൽഡ്സ്, മൈൻസ്, ഖനികളിലും അല്ലെങ്കിൽ തോട്ടം തൊഴിലാളികളിലും ഷോപ്പുകളിലൊക്കെ 10 അതിലധികമോ വർക്കേഴ്സോ ഉള്ള സ്ഥാപനങ്ങളിലെല്ലാം തന്നെ എന്താണ് ഗ്രാറ്റുവിറ്റി അവർക്ക് മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. വീണ്ടും the act stipulates that the gratuity payable to an employee shall be at the rate 15 days wages for every completed years of a service or a part thereof in excess of 6 months. അതായത് ഇവിടെ അതിന്റെ ഈ എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് ഭയങ്കര എന്താ പറയാ പഴയ കാലഘട്ടത്തിന്റെ എമൗണ്ടും കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിനെ പ്രാധാന്യം അർഹിക്കുന്നില്ല. ജസ്റ്റ് മനസ്സിലാക്കുക. കാരണം ഇപ്പോ ഗ്രാറ്റുവിറ്റിക്ക് കാണുന്നത് എങ്ങനെയാണ്, അവിടെ ഫോർമുലാസ് ഒക്കെ ഉണ്ട് അല്ലെ. ജസ്റ്റ് ഒന്ന് ഗ്രാറ്റുവിറ്റി ഇട്ടാൽ തന്നെ എന്താണ് ഓരോ സാലറി ബേസ് ചെയ്തിട്ട് തന്നെ ഗ്രാറ്റുവിറ്റി ഫോർമുല വന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ജസ്റ്റ് മനസ്സിലാക്കുക എന്താണ് ആ കാലഘട്ടങ്ങളിൽ ഉള്ള ആ ഒരു ഇതിന്റെ വേരിയേഷൻസ് അല്ലെ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് Act stipulates that the gratuity payable to an employee shall be at the rate of 15 days. അതായത് 15 ദിവസത്തെ വേജസിന്റെ കൂലിയുടെ അടിസ്ഥാനത്തിലാണ് അവര് അത് കൈകാര്യം ചെയ്യുന്നത്. ദെൻ അവിടെ 6 മന്തിനേക്കാൾ കൂടുതലാവാനായിട്ട് പാടില്ല അല്ലെ. 15 ദിവസത്തിന്റെ ഈ വേതനം ബേസ് ചെയ്ത് നോക്കുമ്പോൾ 6 മന്തിന്റെ സാലറിയുടെ അനുസരിച്ചിട്ടാണ് അത് ബേസ് ചെയ്തെടുക്കുന്നത്. Hence wages means the average of the basic pay at last drawn by the employees. സാധാരണയായിട്ട് ലാസ്റ്റ് അദ്ദേഹം കൈപ്പറ്റിയിരിക്കും. നമുക്കറിയാം ഡെത്ത് സംഭവിക്കുമ്പോഴോ അതല്ല എങ്കിൽ കേസ് അല്ലെ നമുക്ക് ആക്സിഡന്റുകൾ എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ എന്തെങ്കിലും എന്താണ് അസുഖങ്ങളൊക്കെ വന്ന് അല്ലെ, അങ്ങനെയാണ് സാധാരണയായിട്ട് ഗ്രാറ്റുവിറ്റിക്ക് ഈ വ്യക്തി അർഹതപ്പെടുന്നത്. ആണോ? അങ്ങനെയല്ലേ ഈ വ്യക്തി അർഹതപ്പെടുന്നത്? അപ്പൊ അവിടെ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്, 10 അതിൽ കൂടുതലോ പേര് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഇത് ലഭ്യമാക്കുന്നതെന്ന് പറഞ്ഞു.
പിന്നെ അവര് കൃത്യമായിട്ട് പറയുന്നത് 15 days അല്ലെ, 15 days വെരി കംപ്ലീറ്റഡ് ഇയർ. നമ്മൾ നോക്കാം ഒരു വർഷത്തിലെ 15 ദിവസത്തെ സാലറി, ഒരു ദിവസം അല്ലെ. നമ്മളിപ്പോ 5 വർഷത്തെ നോക്കുകയാണെങ്കിൽ നോക്കുക എന്താണ് അവിടെ 15 days ഒരു വർഷത്തിലെ 15 ദിവസത്തിന്റെ സാലറി എടുക്കാം. അടുത്ത വർഷത്തെ 15 ദിവസത്തെ സാലറി എടുക്കാം. അത് സാധാരണയായിട്ട് ലാസ്റ്റ് കൈപ്പറ്റിയ ആ ടൈം അനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ടിനാണ്. വീണ്ടും നമുക്കറിയാം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അവരുടെ 6 month എടുക്കുന്ന ആ ഒരു എമൗണ്ടിനേക്കാൾ കൂടാനായിട്ട് പാടില്ല എന്നുള്ളത്. ക്ലിയർ ആയോ? ഒരു വർഷത്തിലെ 15 ദിവസത്തെ സാലറിയാണ് അവരെടുക്കുന്നത്. അവരെടുക്കുന്ന ഈ ഒരു സാലറിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് എത്ര വർഷത്തേക്കാണ് അവരെടുക്കുന്നത്? Okay, that stipulates that gratuity payable to an employee shall be at the rate 15 days wages for a very completed year of service or part thereof in excess of 6 months. അതാണ് അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ എടുക്കുമ്പോൾ ടോട്ടലി ചെയ്യുന്ന ഒരു എമൗണ്ട് അല്ലെ, ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു 6 monthന്റെ സാലറി അദ്ദേഹത്തിന്റെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനേക്കാളും കൂടാനായിട്ട് പാടില്ല എന്നത്. Hence wages means the average of a basic pay last drawn by the employees. നമുക്കറിയാം ഇപ്പൊ കൈപ്പറ്റുന്ന ആ സാലറി വെച്ച് നോക്കുമ്പോൾ ഉണ്ടാവുന്ന 6 monthന്റെ the maximum amount of gratuity payable to an employee shall not exceed 20 months wages. അതായത് നമ്മൾ മനസ്സിലാക്കുക എന്താണ്, ഒരിക്കലും 20 months ഇൻ കേസ് അല്ലെ കൂടുതലായിട്ട് ഒരു എമൗണ്ട് മാക്സിമം എമൗണ്ടിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ അവിടെ ഒരിക്കലും എന്താണ് 20 monthsനേക്കാൾ കൂടുതൽ ഒരിക്കലും അവർക്ക് കൊടുക്കാനായിട്ടും പാടില്ല എന്ന്. ഓക്കെ, അപ്പൊ ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ പഠിക്കേണ്ട ഒരു ആവശ്യകതയേ ഇല്ല, വെറുതെ അത് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. കാരണം ഒരുപാട് കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പൊക്കെ പുതിയ സ്ലാബുകളാണ്, അപ്പൊ ഗ്രാറ്റുവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് വരെ അതിനനുസരിച്ചിട്ടുള്ള അല്ലേ കൃത്യമായിട്ടുള്ള ആ ഒരു കാൽക്കുലേറ്ററിലായിട്ടുള്ള ഒരു ഫോർമുലാസ് ഒക്കെ ഉണ്ട്. അത് ബേസ് ചെയ്തിട്ടൊക്കെയാണ് അത് മാറുന്നത്. അത് മാത്രമല്ല എന്താണ് അമൈൻമെന്റ്സ് അനുസരിച്ചിട്ടൊക്കെ അതിന്റെ ആ ഒരു സ്ലാബിന്റെ വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ ആണോ? അപ്പൊ 3-4 പോളിസികള് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ്ട് തന്നെ അർഹതയുള്ളൂ. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 5 വർഷം തുടർച്ചയായിട്ട് അദ്ദേഹം ജോലി ചെയ്തിരിക്കും. ദെൻ എന്താണ് ലാസ്റ്റ് ടൈമിലെ സാലറികൾ വെച്ച് നോക്കിയിട്ടാണ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇതിലെ പ്രധാനമായിട്ട് പറയുന്നത് പൂർത്തിയായ ഇയേഴ്സിന്റെ 15 ദിവസത്തിന്റെ സാലറി ബേസ് ചെയ്തിട്ടാണ് നോക്കുന്നത്. മാക്സിമം ഇയറിന്റെ അല്ലെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു 20 months വേജസിനേക്കാളും കൂടാനായിട്ട് പാടുകയുമില്ല. അതേമാതിരി തന്നെ ലാസ്റ്റ് ടൈമിൽ കിട്ടുന്ന സാലറി ബേസ് ചെയ്തിട്ടാണ് ആ ഒരു വേജസ് നമ്മൾ 6 monthന്റെ സാലറിയുടെ ബേസ് ചെയ്ത് നോക്കും. ഓക്കെ, ദെൻ വീണ്ടും എന്താണ് നമുക്ക് നോക്കാനുള്ളത്? മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ അല്ലേ, അതില് കുറെ നിങ്ങള് എമൗണ്ടും കാര്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് ഇതില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്ര കാര്യമായിട്ടൊന്നും ആ എമൗണ്ടും കാര്യങ്ങളൊന്നും പഠിക്കേണ്ടതില്ല. ഓക്കെ, പക്ഷെ ആക്ട് എന്താണെന്നുള്ളത്, അതായത് ഇയർ ഏതാണ്, അതോടൊപ്പം തന്നെ കമ്പൽസറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൈം ഡ്യൂറേഷൻ, ദെൻ എംപ്ലോയി എന്താണ് അത് എത്രത്തോളം സ്റ്റാറ്റ്യൂട്ടറി ആകുന്നതുമായി ബന്ധപ്പെട്ട അല്ലെ 10 persons 10 or more persons അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ എവിടെയൊക്കെയാണ് ഏതൊക്കെ പ്ലേസുകളിലാണ് ഈ ഒരു ഗ്രാറ്റുവിറ്റി? നമുക്കറിയാം റെയിൽവേ, ഫാക്ടറീസ്, ഓയിൽ ഫീൽഡ്സ്, മൈൻസ്, ദെൻ പ്ലാന്റേഷൻ അല്ലെ ഷോപ്പുകളിലൊക്കെ ഈ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട് എന്നുള്ള കാര്യമൊക്കെ നോട്ട് ചെയ്യുക. ഓക്കെ, ഓക്കെയാണോ? നമുക്ക് നെക്സ്റ്റിലേക്ക് നോക്കാം. മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണ് അടുത്തത്. മെഡിക്കൽ ബെനിഫിറ്റ്സിൽ പറയുന്നത്
this benefit is provided by some large organization to their retired employees and their family members. അതായത് വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിലാണ് ഈ മെഡിക്കൽ ബെനിഫിറ്റ്സ് ലഭ്യമാക്കുന്നത്. അതായത് റിട്ടയർഡ് പേഴ്സൺസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെയാണ് മെഡിക്കൽ ബെനിഫിറ്റ്സുമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നത്. മെഡിക്കൽ സർവീസ് ഫോർ എംപ്ലോയീസ് ആർ പ്രൊവൈഡഡ് അണ്ടർ ദ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ഇതാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, ESIS. ഓക്കെ, അത് നോട്ട് ചെയ്യാം അബ്രിവേഷൻസ് ഒക്കെ. എന്താണ് ഇവിടെ പറയുന്നത്? The Employees State Insurance Act 1948 has a provision for the certain benefit to employees in case of sickness, employment injury and maternity. അതായത് ഡെലിവറി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഇഞ്ചുറീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിക്നസ് അല്ലെ എന്തെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ആക്ടിന്റെ കീഴിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നത്. ആക്ടിന്റെ പേരാണ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. Then വീണ്ടും later it was extended partly or only to an establishment or classes of establishments. അതായത് നമുക്കറിയാം ഇത് അല്ലെ കുറച്ചും കൂടി ഈ കാലഘട്ടം അനുസരിച്ചിട്ട് എന്താണ് അവിടെ അതിൻ്റെതായിട്ടുള്ള വികസനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ, എല്ലായിടത്തേക്കും വ്യാപിച്ചിട്ടുണ്ട്. വ്യത്യസ്ത രീതികളിലെ വ്യത്യസ്ത തലങ്ങളിലേക്ക് തന്നെ ഈ ഇൻഷുറൻസിന്റെ സ്കീമുകളൊക്കെ മാറി മാറി പേരുകളിലൊക്കെ അത് വരുന്നുണ്ട്. ലേബർ എംപ്ലോയ്ഡ് ഡയറക്ട്ലി ഇൻക്ലൂഡിംഗ് ദ ക്ലറിക്കൽ ഓഫീസർ covered by this act. However, members of the armed force and any person whose salary in the aggregate exceeds ₹500 a month are not covered under this act. അതായത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 500 രൂപയേക്കാൾ കൂടുതലായിട്ട് കൈപ്പറ്റുന്ന പേഴ്സൺസുകളൊന്നും ഈ ഒരു ബെനിഫിറ്റിന് അർഹതപ്പെടുന്നില്ല എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. വീണ്ടും പറയുന്നുണ്ട്, അതായത് തൊഴിലാളികൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ മെമ്പേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെ, അതേപോലെ തന്നെ ക്ലറിക്കൽ സ്റ്റാഫുകള്, ഇൻ കേസ് മറ്റു ജീവനക്കാർക്കൊക്കെ ഇത് അർഹതപ്പെട്ടതാണ് എങ്കിൽ കൂടി അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 500 ആ കാലഘട്ടത്തിന്റെ ഒരു സാലറി പാക്കേജ് ആണ്. അതുകൊണ്ട് തന്നെ അത് എന്താ പറയാ ഈ കാലഘട്ടം വെച്ചുകൊണ്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. എനിവേ അത്രയും വ്യക്തികളൊക്കെ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ നമുക്കറിയാം. ഇപ്പൊ ഇൻഷുറൻസ് സ്കീമുകൾ എന്ന് പറയുമ്പോൾ ആ ഇൻഷുറൻസ് സ്കീമിൽ എന്തൊക്കെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഓരോ ഓർഗനൈസേഷനും അതിനുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ഇങ്ങനെ മെഡിക്കൽ ഇൻഷുറൻസ് ബെനിഫിറ്റ് ഉള്ള ഓർഗനൈസേഷനുകളും കമ്പനികളും എല്ലാം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പോകുക. പിന്നെ എന്താണ് ഇവിടെ എടുത്ത് പറയുന്നത്? അണ്ടർ ദിസ് ആക്ട് ദോസ് ഇൻഷുർഡ് അണ്ടർ ദ സ്കീം ആർ entitled to receive medical aid benefits in case of disablement, sickness and maternity etc. പല കമ്പനികളും ഇങ്ങനെ ഓഫർ ചെയ്യുന്നുണ്ട് അല്ലെ. പല ഇപ്പോൾ നിലവിലുള്ള ഓർഗനൈസേഷനുകളിലൊക്കെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓഫറുകളുണ്ട്. മെറ്റേണിറ്റി ലീവുകളോടൊപ്പം തന്നെയുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതേമാതിരി തന്നെ അസുഖങ്ങൾ വന്നാലും എന്തെങ്കിലും ഫാക്ടറികളിലെ അല്ലെ എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ സംഭവിക്കുന്ന എന്തെങ്കിലും ഇഞ്ചുറീസ് വന്നാലും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നുണ്ട്. ഈ ആക്ടിന്റെ കീഴിലും അത് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Then these benefits establish a lifelong relationship between the organization and its employees, extending even up to the post-retirement phase of a life. Okay, അപ്പൊ നമുക്കറിയാം ഒരു നല്ലൊരു ബന്ധം, അഭേദ്യമായിട്ടുള്ള ബന്ധം കാഴ്ചവെക്കാനായിട്ടാണ് നമുക്കറിയാം ഇൻഷുറൻസ് ബെനിഫിറ്റ്സുകളൊക്കെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും എംപ്ലോയീസിന് ഒരു നല്ലൊരു ബന്ധം കാഴ്ചവെക്കാൻ തന്നെയാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ദീസ് ബെനിഫിറ്റ്സ് എസ്റ്റാബ്ലിഷ് എ ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഓർഗനൈസേഷനുമായിട്ട് ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് ഇത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എംപ്ലോയീസ് എക്സ്റ്റെൻഡിങ് ഈവൻ അപ് ടു ദ പോസ്റ്റ് റിട്ടയർമെന്റ് ഫേസ് ഓഫ് ലൈഫ് അല്ലെ. ജീവിതത്തിൽ എന്താണ് ഇൻ കേസ് റിട്ടയർമെന്റിന് ശേഷമാണെങ്കിലും ഈ ഒരു ബെനിഫിറ്റ്സുകൾ അവർക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഓക്കെയാണോ? പ്രധാനമായിട്ടും ഈ ആക്ട് എന്താണെന്ന് ആക്ടിന്റെ ഒരു ഇയർ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ഇപ്പൊ ഉള്ള ആക്ടുകളാണെങ്കിലും ആ ആക്ടിന്റെ ചുവട് പിടിച്ചിട്ട് വന്നേക്കുന്ന കുറെ കാര്യങ്ങളാണ്. അത് മാത്രമല്ല ഇപ്പൊ ഉള്ള ഇൻഷുറൻസ് സ്കീമുകളൊക്കെ ആണെങ്കിലും ആ ഒരു ഇൻഷുറൻസ് മെഡിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിനെയൊക്കെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന കുറെ സ്കീമുകളാണ്.
ഓക്കെ, പണ്ടത്തെ എന്താ പറയുക റേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പൊ എന്താണോ ഇൻഷുറൻസ് സ്കീമിൽ പറയുന്നത് അതനുസരിച്ചിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആണ് അല്ലെ നമുക്ക് തീർച്ചയായിട്ടും നോക്കേണ്ടതായിട്ട് വരിക. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം നിങ്ങൾ പോകുന്ന സ്ഥാപനം ഏതാണോ ആ സ്ഥാപനത്തിൽ എന്താണ് ഫോളോ ചെയ്യുന്നത്. ഇൻ കേസ് ഹോസ്പിറ്റലാണെങ്കിലും കമ്പനി ആണെങ്കിലും എം ഡി ആണെങ്കിലും അതിനനുസരിച്ചുള്ള സ്കീമുകളായിരിക്കും ഫോളോ ചെയ്ത് പോകുന്നത് അല്ലെ. അതിനനുസരിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, അതിനനുസരിച്ചുള്ള സ്കീമുകൾ ഉണ്ടാവും. ആ മനസ്സിലൊക്കെ വാച്ച് ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഓക്കെ, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നോക്കാം, വായിച്ചു നോക്കാം. ശരി, അടുത്ത ഭാഗത്തേക്ക് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. ഓക്കെ ഓക്കെ, അതായത് ആമ്പട് ഫാം ഓക്കെ ഓക്കെ ആമ്പട് ഇതിലാണെങ്കിലും അതായത് നമുക്കറിയാം ആ കാലഘട്ടത്തിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് അതില് ഇത് വരുന്നത്. അവരുടെ സാലറി ആണെങ്കിൽ കൂടി ഇത്രയും ഇതാണ് ബേസ് ചെയ്ത് വരുന്നത്. അതാണ് ബേസിക് ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഓരോ കാറ്റഗറിയിലുള്ള പേഴ്സൺസിനെ വെച്ചിട്ട് നമ്മൾ ഇത്രയും ഇത് പറഞ്ഞു അല്ലെ. ഇപ്പൊ നമുക്കറിയാം ആ ഒരു ഇതിലാണെങ്കിലും വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. അത് ബേസ് ചെയ്തിട്ടാണ് അവർക്കുള്ള ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഓരോ സ്ലാബുകള് ഓരോ ഡ്യൂട്ടിയുമായി ബേസ് ചെയ്തിട്ടുള്ള സ്ലാബുകളാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ പഴയ കാലഘട്ടങ്ങളിൽ ഒരു ഒന്നിച്ചുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്ങിൽ എന്നൊക്കെ പറയുമ്പോൾ ഒന്നിച്ചൊരു കോമൺ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് അതിന്റെ ആ ഒരു റേറ്റ് കാൽക്കുലേഷൻ വന്നിരിക്കുന്നത്.
പക്ഷെ ഇപ്പൊ അതിലെല്ലാം വ്യത്യസ്തമാണ്. നമുക്കറിയാം അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് ഓരോ കമ്പനിക്കാണെങ്കിലും അതിനനുസരിച്ചിട്ട്. പക്ഷെ മിനിമം എന്താണ്, ഇത്രയും പേഴ്സൺസ്, ഇത്രയും അംഗങ്ങൾ കൂടുതലുള്ള വ്യക്തികൾ അല്ലെ, സ്ഥാപനങ്ങൾക്കെല്ലാം മസ്റ്റായിട്ടും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം എന്നുള്ളത് മസ്റ്റായിട്ടുണ്ട്. സാലറികളുടെ വേരിയേഷൻസ് വ്യത്യസ്തമാണ് അല്ലെ. ക്ലിയർ ആയോ? വേറെ എന്തെങ്കിലും? നമുക്കറിയാം ഏതൊരു ആക്ട് ആണെങ്കിലും അത് സ്റ്റാർട്ടിങ് വരുമ്പോ കുറച്ച് ഇതുകളൊക്കെ ഉണ്ടാവും അല്ലെ, പിന്നെ പിന്നെ അതിനൊരു കുറെ ഭേദഗതികൾ വരും. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റാർട്ടിങ്ങിന്റെ ആ ഇയറും ജസ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് ഞാൻ എടുത്ത് പറയുന്നത്. അതിലാണ് പ്രധാനമായിട്ടും. എന്നിരുന്നാലും നമ്മളൊരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് അവർക്ക് ആ പ്രത്യേകം കാറ്റഗറൈസ് ചെയ്യുന്നവർക്ക് ആ സാലറി പാക്കേജ് കൊടുക്കുന്നത്. ചെയ്യണം. താഴേക്ക് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാലോ? പെൻഷൻ ബെനിഫിറ്റ്സ് ആണ്. അതും ഇതേമാതിരി തന്നെ കുറച്ച് ഇതുകളൊക്കെ തന്നിട്ടുണ്ട് അല്ലെ, സ്ലാബുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം ഓരോ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഈ സ്ലാബിനൊന്നും ഒരു പ്രസക്തിയില്ല. ഇപ്പൊ വേറെ സ്ലാബുകളൊക്കെയാണ് അല്ലെ. എങ്കിൽ കൂടി മനസ്സിലാക്കുക, എല്ലാത്തിനും ഒരു സ്ലാബ് അനുസരിച്ചിട്ടാണ് അവിടെ ഈ എമൗണ്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ സ്റ്റാർട്ടിംഗ് ഉള്ള ഒരു സ്ലാബിന്റെ ഒരു ഇതാണ് പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത്. നമുക്ക് എന്താണ് ബെനിഫിറ്റ്സ് വിച്ച് ആർ കവേർഡ് അണ്ടർ ദ എംപ്ലോയീസ് ഫാമിലി പെൻഷൻ സ്കീം 1971 അല്ലെ. ഒരു ഫാമിലി പെൻഷനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു ഫാമിലി പെൻഷൻ ഫണ്ട് അതിനെ കുറിച്ചിട്ടുള്ള 71 കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അതൊരു ഇതായിട്ട് എന്താണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, സെക്കൻഡ് വണ് ഫാമിലി പെൻഷൻസ്, ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ്, വിഡ്രോവൽ ബെനിഫിറ്റ്സ്. അങ്ങനെ 4 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഈ ഒരു എംപ്ലോയീസ് ഫാമിലി പെൻഷൻ സ്കീമിനെ കുറിച്ചിട്ട് വിവരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണ്. റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഉണ്ട്. ദിസ് ബെനിഫിറ്റ്സ് is in the form of a lump sum given subject to a maximum of 4,000 payable to a member on his normal retirement subject to certain rules and regulations. അതായത് certain rules and regulations-നെ ബേസ് ചെയ്തിട്ട് എന്താണ് ഇവര് ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഒരു ലംസം എമൗണ്ട് ആയിട്ട്, അതായത് ഒന്നിച്ചൊരു എമൗണ്ട് ആയിട്ടാണ് ഇവര് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആയിട്ട് കൊടുക്കുന്നത്. അവിടെ എടുത്തു പറയുന്നുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചിട്ട് പ്രത്യേകം ഇന്നത്തെ വിവരിക്കുന്നില്ല. ഇപ്പൊ നമുക്കറിയാം അത് വിവരിച്ചിട്ടും കാര്യമില്ല, ഈ കാലഘട്ടം അനുസരിച്ചിട്ട് വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അവിടെ എടുത്തു പറയുന്ന ഒരു മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 4,000 എമൗണ്ട് ആണ്. 4,000 എമൗണ്ട് ആണ് ലംസം എമൗണ്ട് ആയിട്ട് റിട്ടയർമെന്റ് ടൈമിൽ ഇവർക്ക് എന്താണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആയിട്ട് ലഭ്യമാക്കുന്നത്. അതും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ
ഓക്കെ ആണെങ്കിൽ അതൊക്കെ ഫൈനലൈസേഷൻ ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് ലഭ്യമാക്കുന്നത്. Then family pension എന്താ പറയുന്ന pension is given to the family of a deceased member of the fund at the following rate. അവിടെ ഫണ്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കാം. 12% of pay subject to maximum of 150 per month to the family of a member whose pay on which contribution to EPF is received is 800 and above. അതായത് അവരൊരു 800 രൂപയിലേക്കാൾ മേലെയാണ് ലഭ്യമാക്കുന്നത്. അതായത് മാക്സിമം 150 രൂപ പെർ മന്ത് ഫാമിലി അല്ലെ. 20% of pay subject to a maximum 150 per month of the family member whose pay on which contribution EPF is received. അതായത് എന്താണ് അവരുടെ സാലറിയുടെ 12%, അത് മാക്സിമം 150 രൂപയാണ് വരുന്നത് അല്ലെ. അവിടെ എന്താണ് 800 വെച്ചാണ് അവരുടെ പേയ്മെന്റ് വരുന്നത്. അതായത് മിനിമം നോക്കാം. നെക്സ്റ്റ് വീണ്ടും അടുത്തത് എന്താന്ന് നോക്കാം. 3 കാറ്റഗറൈസ് ചെയ്ത് വരുന്നുണ്ട്. 15% of pay subject to maximum 96 per month and minimum 60 per month to the family of a member who pays 200 per month and above but below 800. അതായത് 800 രൂപയൊക്കെ താഴെയാണ് 200 എങ്കിലും മിനിമം ലഭ്യമാക്കേണ്ടതുണ്ട്. 50% of subject maximum 96 per month അല്ലെ. അവിടെ അവരുടെ ആ ഒരു പേയ്മെന്റ് മാക്സിമം സാലറി ബേസ് ചെയ്ത് നോക്കുമ്പോൾ 50% അതിനേക്കാള് നോക്കുമ്പോൾ 96-നേക്കാളും അതേമാതിരി തന്നെ മിനിമം 60 രൂപയിനേക്കാളും അല്ലെ. മിനിമം 60 രൂപയ്ക്കും 96-നേക്കാളും ഇടയ്ക്കാണ് എങ്കിൽ അത് 50% പേയ്മെന്റ് ആണ് അവിടെ ലഭ്യമാക്കുന്നത്. അതിന്റെ എമൗണ്ട് കാൽക്കുലേഷൻ പറയുന്നത് എന്താണ്? പേസ് 200 per month and above but below 800. 800-നേക്കാളും പെർ മന്ത്. ഓക്കെ, 800-നേക്കാളും അല്ലെ. അവിടെയാണ് പ്രധാനമായിട്ട് 200-നും 800-നും ഇടയ്ക്കായിട്ട്. ഓക്കെ, ഇനിയിപ്പോ വീണ്ടും എന്താണ് 200-നേക്കാൾ താഴെയാണെങ്കിൽ 30% of pay subject to minimum of 60 per month. Okay, to finally of a member whose pay is rupees 200 per month. അങ്ങനെയാണെങ്കിൽ 200 ആണ് പെർ മന്ത് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഫാമിലി പെൻഷൻ ആണ് അവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാം കൂടിയും ഒന്നിച്ച് ഇതായിട്ട് നോക്കണ്ട. സ്ലാബുകൾക്ക് വേരിയേഷൻസ് വരുന്നുണ്ട്. ഫാമിലി പെൻഷൻസ് ഒക്കെ വരുമ്പോൾ സാലറിയെ ബേസ് ചെയ്തിട്ടാണ് ആ സാലറിക്ക് ഒരു മാക്സിമം സാലറി മേടിക്കുന്നവരെ ഒരു കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു മിഡിലായിട്ട് സാലറി മേടിക്കുന്നവരെ ഒരു കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ താഴെ സാലറി മേടിക്കുന്നവരെ ഒരു കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ കൃത്യമായിട്ട് ലഭ്യമാക്കുന്നത്. അവിടെ തീർച്ചയായിട്ടും എന്താണ് അവിടെ എന്താണ് മാക്സിമം എമൗണ്ട് ഒരു മിനിമം എമൗണ്ട് വരുന്നുണ്ട് അല്ലെ ആ സ്ലാബിനനുസരിച്ച്. അപ്പൊ സ്ലാബ് EPF റിസീവ് ചെയ്യുന്നതാണ് വിച്ച് കോൺട്രിബ്യൂഷൻ ടു EPF റിസീവ്ഡ് അവിടെ എടുത്ത് പറയുന്നത് 12% of pay subject to maximum 150 per month. 150 രൂപ അല്ലെ, അത് സാലറി ഇത് വരുമ്പോ പെർ മന്ത് വരുമ്പോൾ 12% ആണ് പേ വരുന്നത്. ഓക്കെ, ഇത് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഞാൻ നോക്കാം. എന്റെ എക്സാമ്പിള് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു അതായത് ഇച്ചിരി പറ്റും. ഓക്കെ, എനിവേ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഒരു 2 മിനിറ്റ് കൊണ്ട് ഇത് നോക്കണ്ട, നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആകും. അപ്പൊ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടോ? ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇതിന്റെ എമൗണ്ട് കാര്യങ്ങളൊന്നും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണ്ട. പക്ഷെ ഇയർ പഠിക്കുക, ആ പേരുകൾ പഠിക്കുക, പിന്നെ എത്രയും അംഗങ്ങൾ അല്ലെ ഇത്രയും അംഗങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങള്, പിന്നെ കുറച്ച് റൂൾസുകൾ പറയുന്നുണ്ട് അല്ലെ. ഇത്രയും ഇതുകൾ ഉണ്ടെങ്കിൽ ഇന്ന രീതിയിൽ ഇത്ര വർഷം ഇവരോടൊപ്പം തന്നെ വർക്ക് ചെയ്യുന്നവരാണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, അതൊന്ന് നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ആണോ? ആണോ?
ഞാൻ മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ആപ്റ്റിറ്റ്യൂഡ്സ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ മോക്ക് ടെസ്റ്റിലെ മിക്കവാറും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇടുന്നുണ്ട്. പിന്നെ ആ മോഡല് തന്നെയായിരിക്കുള്ളൂ ക്വസ്റ്റ്യൻസിൽ വരിക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്നുള്ളത്. പിന്നെ മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ടെങ്കിൽ ഓക്കെ. നിങ്ങളുടെ ഈ എക്സാമിനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത പിന്നെ എന്തായാലും ഇൻട്രൊഡക്ഷനിലൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.